എല്ലാ വർഷവും ഗോവയില് റോയൽ എൻഫീൽഡ് മോട്ടോവേഴ്സിൽ വരുമ്പോഴേക്കും ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ക്ലീനസ്റ്റ് ബൈക്കുകളുടെ. ഈ കാണുന്ന എല്ലാം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ബൈക്കുകളാണ്. പല പഴയ മോഡൽസും പുതിയ മോഡൽസും എല്ലാം ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും ക്ലീനസ്റ്റ് ബൈക്ക് ഏതാണോ അതായിരിക്കും വിന്നർ ആവുക. അപ്പം എല്ലാ വർഷവും ഒരു പാർട്ടിസിപ്പന്റ് ഉണ്ട്, ധനഞ്ജയ് കാട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുംബൈയിലുള്ള ആളാണ്. അപ്പൊ ആളുടെ ബൈക്കാണ് 1964 മോഡലാണ്. ഓൾഡ് ആ ഒരു ബുള്ളറ്റ് മൊത്തത്തില് റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് പ്ലേറ്റിംഗ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, അതായത് റീസ്റ്റോർ ചെയ്ത്. അപ്പം ഈ ഒരു ബൈക്കിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിലുള്ള സെന്റ് മേരീസ് അവരാണ് ഈ ഒരു പ്ലേറ്റിംഗ് ചെയ്ത് കുറെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ കുറെ വർഷം മുന്നേയും നമുക്ക് കപ്പടിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇവന്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അടുത്തൊരു ബൈക്ക് ഉണ്ട്. 73 മോഡലാണ് കേട്ടോ. സഫീർ ഉണ്ട്, ഓണറാണ്. കാലിക്കറ്റിൽ നിന്ന് ഓടിച്ചിട്ടാണ് ഈ ഒരു ബൈക്ക് വന്നത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബൈക്കിനെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയും. അതായത് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സെന്റ് മേരീസ് എന്നാണ്. ഞാൻ തന്നെ വരച്ച് ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു പഴയ വർക്ക്ഷോപ്പ് ഓണർ ആലിക്കാണ്ട്, പുള്ളിയാണ് ഇത് ഇങ്ങനെ എനിക്ക് കസ്റ്റം ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. ഇതിപ്പോൾ ലോങ് ജേണി പോകാൻ സിമ്പിളായിട്ട് നമ്മൾ അവിടുന്ന് ഒരു 700 കിലോമീറ്റേഴ്സ് ഓടിച്ചാണ് കോഴിക്കോട് നിന്ന് വന്നത്. ഇതേപോലെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, രാത്രിയും ജേണി ഉണ്ട് ഒക്കെ വെച്ചിരിക്കുന്നത്. അല്ല സീരിയസ്ലി ഇതിന്റെ ഇപ്പം ക്ലച്ചും ബ്രേക്കും ഒക്കെ ആണെങ്കിലും കുറച്ച് ഹാർഡല്ലേ? അപ്പം ലോങ് പോകുമ്പോൾ ഡിഫിക്കൽട്ട് അല്ലേ? ആണ്, പക്ഷെ ഞാൻ യൂസ്ഡ് ആയി പോകും. ഇപ്പൊ ഇൻ കേസ് ഒരു ക്ലച്ച് കേബിൾ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ ഭയങ്കര പാടല്ല. അതൊക്കെ എങ്ങനെയാണ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പഴയ വണ്ടിയാകുമ്പോൾ നമുക്ക് ഷൂലേസ് വെച്ച് കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാം. അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ സെൻസസും കാര്യങ്ങളൊന്നും ഇല്ല. മാൻമെയ്ഡ് ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അത് നമുക്ക് എങ്ങനെയെങ്കിലും റൺ ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കും. അതുപോലെ ഈ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായോ? ഒരു 1 year ആയി. സെന്റ് മേരീസിലെ മിസ്റ്റർ ടോണി അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അത് 1 year ആയി പ്ലേറ്റ് ചെയ്തിട്ടു. ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ മഴയത്തും വെയിലത്തും ഒക്കെ ഓടിക്കുന്നതാണ്. അടുത്ത വർഷത്തേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.